മക്കത്തെ മുശ്രിക്കുകളിൽ കൊണ്ടുവന്ന ദേവന്മാരും ദേവിമാരും ഒക്കെ കൽ ദൈവങ്ങൾ. ഈ കല്ലിന്റെ ദൈവങ്ങളെ അവർ വെച്ചപ്പോ അതിനനുസരിച്ചുള്ള സംസാരമാണ് ഖുർആൻ അവരോട് സംസാരിക്കുന്നത്. ഈ ദൈവങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് ദൈവം എന്ന് പറയുന്നത്? ഇവയ്ക്ക് എന്തിനു കഴിയും? ഇതാണ് അള്ളാന്റെ ചോദ്യം. ഇത് ചോദിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. ഈ ചോദിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമുണ്ട് ഇവിടെ. വിഗ്രഹ ദൈവങ്ങളെ കുറിച്ചുള്ള കഴിഞ്ഞ തവണത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ടും കൂടി നമുക്കത് മനസ്സിലാക്കാം. സാധാരണക്കാർ ചോദിക്കുമ്പോൾ അവർ വളരെയധികം തെറ്റിദ്ധരിച്ചിട്ടുണ്ട് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. സാധാരണ ഈ വിഗ്രഹ ദൈവങ്ങളെ സംബന്ധിച്ച് അല്ലാഹു തആല പറയുമ്പോൾ അവരുടെ ദൈവങ്ങൾ എന്ന അർത്ഥത്തിൽ ഒരുപാട് ദൂഷ്യങ്ങളും ന്യൂനതകളും ഈ ദൈവങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട്. ആ ന്യൂനതകൾ ഇല്ലായിരുന്നെങ്കിൽ അവ ദൈവമായിരുന്നു എന്നതിനർത്ഥമല്ല. അങ്ങനെ അർത്ഥാൽപ്പന നടത്തിയാൽ വളരെ വിഷമം വരും. ഞാൻ ഉദാഹരണം ചിന്തിക്കുകള്, മക്കത്തെ മുശ്രിക്കുകളുടെ ദൈവന്മാരെ കല്ലു ദൈവങ്ങളാണെന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് സംസാരിക്കുന്നുണ്ട്. അലഹും അർജുലുൻ യംശൂന ബിഹാ, നടക്കാൻ പറ്റുന്ന കാലുകൾ ഇവർക്കുണ്ടോ? നടക്കാൻ പറ്റുന്ന കാലുകൾ ഇവർക്കുണ്ടോ? അം ലഹും ഐദിൻ യബ്തിശൂന ബിഹാ, പിടിക്കാൻ പറ്റുന്ന കൈകളുണ്ടോ ഇവർക്ക്? ഇവർക്ക് കാതുണ്ടോ? കണ്ണുണ്ടോ? അങ്ങനെ ചില ആയത്തിൽ പറയും ഇവർ വിളിക്കുന്നതായ ആ ദൈവങ്ങൾ, ഇവർ ഇബാദത്ത് ചെയ്യുന്നതായ ദൈവങ്ങൾ, ഇവർ ദൈവങ്ങൾ എന്ന് വിളിക്കുന്ന വിഗ്രഹങ്ങൾ, ആ വിഗ്രഹങ്ങള് വിളിച്ചാൽ കേൾക്കൂല, വിളിച്ചാൽ ഉത്തരം നൽകൂല. എന്നൊക്കെ ഖുർആൻ ആയത്തുണ്ടല്ലോ. ഇതൊക്കെ ഒന്നായിട്ട് ഫിറ്റാക്കുക. മരിച്ചുപോയ മഹാത്മാക്കൾ മരിച്ചോലെ വിളിച്ചു കൊടുത്തേക്ക് ഫിറ്റ്. ഇതൊന്ന് വേറെ നിൽക്കൊന്ന് മനസ്സിലാക്കി നോക്കി. ഇന്നല്ലദീന തദ്ഉന മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ഇലാഹുകൾ എന്ന് വിളിക്കുന്ന ആ ദൈവങ്ങൾ. നേരെ അതിന്റെ അർത്ഥത ഇന്നല്ലദീന, നിശ്ചയം ആ കൂട്ടർ, കൂട്ടർ തദ്ഉന, നിങ്ങൾ അവയെ വിളിക്കുന്നു, ആലിഹത്തൻ, ഇലാഹുകൾ എന്ന് വിളിക്കുന്നു എന്ന് രണ്ടാമത്തെ ഒരു ഭാഗം അവിടെ സങ്കല്പിക്കുകയാണ്. അതില്ലെങ്കിൽ നമ്മളെ ഇമാമിയങ്ങൾ ജലാലൈനി മുതൽക്കുള്ള തഫ്സീറുകളിലൊക്കെ തഅബുദൂന, നിങ്ങളുടെ ഇബാദത്ത് ചെയ്യുന്ന ആ ദൈവങ്ങൾ, ലാ യസ്തജീബൂന, അവർ ഉത്തരം നൽകൂല. ഉത്തരം നൽകൂല എന്ന് പറഞ്ഞാൽ ഉത്തരം നൽകിയെങ്കിൽ ദൈവമാകാനാണോ? ഉത്തരം നൽകിയെങ്കിൽ ദൈവമാകാനാണ് എന്ന് വന്നാൽ നമ്മളെ ആൾ ദൈവങ്ങൾ എന്ത് ചെയ്യും? നമ്മൾ ആൾ ദൈവം എന്ന് പറഞ്ഞ ഓരോ സാധനങ്ങളില്ലേ, വലിയ മനുഷ്യന്മാര്, അവർക്ക് കൈയുണ്ടല്ലോ, അവർക്ക് കാതുണ്ടല്ലോ, അവർക്ക് കേൾവിണ്ടല്ലോ, അവർ ഉത്തരവും നൽകും. ഇപ്പോ സായിബാബന്റെ ഭക്തന്മാർ, അല്ലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന അമ്മ, ഈ അമ്മന്റെ ഭക്തന്മാർ ഈ അമ്മേന്ന് വിളിച്ചാല് അമ്മക്ക് ഉത്തരം നൽകാൻ കഴിയുമല്ലോ. നിങ്ങൾ വിളിക്കുന്ന ഈ ദൈവങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയില്ല എന്നതുകൊണ്ടാണ് അവ ദൈവങ്ങളല്ല എന്ന് അള്ളാഹ് സ്ഥാപിക്കുന്നതെങ്കിൽ ഉത്തരം നൽകാൻ കഴിയുന്നവ ദൈവമാകാൻ പറ്റും എന്നാവൂലേ? നമ്മൾ ആലോചിക്കേണ്ട വിഷയല്ലേ. ഉത്തരം നൽകാൻ കഴിയുന്നവ ദൈവമാകാൻ പറ്റുമെന്ന് വരും. ഇവർക്ക് കൈയുണ്ടോ പിടിക്കാൻ പറ്റുന്ന എന്ന് ചോദിക്കുമ്പോ കൈയുണ്ടെങ്കിൽ ദൈവമാകാൻ പറ്റുന്ന വരൂലേ? അപ്പൊ കൈയുള്ള മനുഷ്യ ദൈവങ്ങളെ ദൈവമാക്കാൻ പറ്റുന്ന ആയത്ത് പറയേണ്ടി വരൂലേ? നിങ്ങൾ ഈ പറയുന്ന കൂട്ടക്കാര് ഒന്നും ചെയ്യൂല, ഒരു ഉപകാരവും ചെയ്യൂല, ഒരു ഉപകാരത്തെയും ഉടമയാക്കൂല എന്ന് പറയുന്നു. ഈ ഉടമയാക്കിയവരായിട്ടുള്ളവരാ മനുഷ്യന്മാര് എന്നും ഇവർ പറയുന്നു. മനുഷ്യന്മാരൊക്കെ ഉടമയാക്കിയവരാണല്ലോ, ഉപകാരം ചെയ്യുന്ന ഉടമയാക്കിയവര്. വാസ്തവത്തിൽ തെറ്റാണത്. നമുക്ക് ഒരു ഉടമാധികാരമല്ല, ഒരു ഉപകാരത്തിനും കഴിയില്ല, ഒരു ഉപദ്രവത്തിനും കഴിയില്ല, ഒന്നിനും ഉടമയാക്കാൻ കഴിയില്ല. പക്ഷേ ഉടമയാക്കി എന്ന് ഇവർ പറയുന്ന സാധാരണ മനുഷ്യന്മാർ, ആ മനുഷ്യന്മാരെന്നാൽ ദൈവാക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പൊ അള്ളാഹു ഈ പറയുന്നതൊക്കെ കൽദൈവങ്ങളെ പൂജിക്കുന്ന, വിഗ്രഹങ്ങളെ പൂജിക്കുന്നവർക്ക് വിഗ്രഹങ്ങളുടെ ഷെയിമ്, വിഗ്രഹങ്ങളുടെ മോശത്വം, വിഗ്രഹങ്ങളുടെ അപര്യാപ്തത വിവരിക്കുകയാണ്. ഒരു ഈച്ച കുത്തിരുന്നാൽ ആ ഈച്ചനെ ആട്ടാൻ പോലും ഇവക്ക് കഴിയില്ല എന്ന് കാണാം വിഗ്രഹ ദൈവങ്ങൾക്ക്. എന്നാ ഈച്ചനെ ആട്ടാനെ പറ്റുന്നവരെ ദൈവമാക്കാം എന്ന് അർത്ഥം പറയാൻ പറ്റുമോ? ഇവിടെ വിളിക്കുന്ന എന്നറിഞ്ഞു വേണ്ട ഫിത്തന ഉണ്ടാക്കുന്നത്. വിളിക്കുന്ന തന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന എന്ന് അർത്ഥം വെക്കും. ഇരിക്കട്ടെ, ഞാൻ വിളിച്ചു പ്രാർത്ഥനയൊന്നും ഇല്ലാത്തൊരു വാക്ക് നോക്കി ഖുർആനില് സൂറയിൽ അല്ലാഹു തആല പറയുന്ന ഒരു പ്രയോഗം നോക്കി. ഈ ആയത്ത് പറഞ്ഞിട്ട് മക്കത്തെ മുശ്രിക്കുകളെ ആക്ഷേപിക്കുന്ന ഈ ആയത്ത് നമ്മളിലേക്ക് ചേർത്തിട്ട് നമ്മളിലും ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് ശിർക്കാക്കിയാൽ എത്ര വലിയ ഗൗരവം വരും എന്ന് ആലോചിച്ച് നോക്കുക. ആലിഹത്തോ വിഗ്രഹമോ ആക്കുന്ന വർത്താനം ഇവിടല്ല, വിളിച്ചു പ്രാർത്ഥിക്കുന്ന വർത്താനോ അല്ല. എന്താ പറയുന്ന അല്ലാഹ്? വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി, വല്ലദീന യാതൊരു കൂട്ടർ, ഇത്തഖദൂ ഈ ബഹുദൈവ വിശ്വാസികളാക്കുന്നു,
മിന്ദൂനിഹി അള്ളാഹുവിന് പുറമെ അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് ഇവയെ ആക്കുന്നു ഔലിയാ രക്ഷാകർത്താക്കളും സഹായികളുമാക്കുന്നു. രക്ഷാകർത്താക്കളാക്കുന്നു, അല്ലെങ്കിൽ ബന്ധുക്കളാക്കുന്നു, കാര്യകർത്താക്കളാക്കുന്നു. ഈ കാര്യകർത്താക്കളാക്കുന്ന ഇവ അല്ലാഹു ഹഫീദുൻ അലൈഹിം അള്ളാഹു അല്ലാത്തവരിൽ നിന്ന് രക്ഷാകർത്താക്കളെ ആക്കുന്ന ഇന്നത്തെ മുശ്രിക്കുകൾ അല്ലാഹു ഹഫീദുൻ അലൈഹിം അവർക്ക് അള്ളാഹു നല്ലവണ്ണം അവരുടെ വാക്കുകളും ചെയ്തികളും വിശ്വാസങ്ങളൊക്കെ നോക്കിയിരിപ്പുണ്ട്, കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അവരുടെ പ്രവർത്തനങ്ങളൊക്കെ കാണിക്കാം മഹ്ശറിൽ. വമാ അൻത അലൈഹിം ബിവകീൽ തങ്ങൾ അവരെ കൊണ്ട് നോക്കണ്ട, തങ്ങൾ അവരുടെ കാര്യം പൂർണ്ണമായി ഏൽപ്പിക്കപ്പെട്ടയാളല്ല, തങ്ങൾ അവരോട് ഉദ്ബോധിപ്പിച്ചാൽ മതി എന്ന് പറയുന്ന ഭാഗം സൂറത്ത് ശൂറയിൽ തന്നെ തൊട്ടടുത്ത് വരാം. അമിത്തഖദു മിൻ ദൂനിഹി ഔലിയാ അമിത്തഖദു മക്കത്ത് മുശ്രിക്കുകൾ ബഹുദൈവ വിശ്വാസികളാക്കിയോ മിൻ ദൂനിഹി പടച്ചോനല്ലാത്തവരിൽ നിന്ന് അവരാക്കിയോ ഔലിയാ രക്ഷാകർത്താക്കളാക്കിയോ. രക്ഷാകർത്താക്കളാക്കി അള്ളാഹു അല്ലാത്തവരെ എന്ന് പറഞ്ഞാൽ ഇത് മക്കത്തെ മുശ്രിക്കുകൾ ചെയ്ത അവരുടെ വിഗ്രഹ ദൈവങ്ങളെ രക്ഷാകർത്താക്കളാക്കുക എന്നതിനെ മാത്രം സ്പർശിക്കുന്ന ഭാഗമാണ്. ഈ ആയത്തിന് വ്യാപകാർത്ഥം നൽകിയിട്ട് അള്ളാഹു അല്ലാത്തവരെ രക്ഷാകർത്താക്കളാക്കിയവർക്കൊന്നും ഒരു രക്ഷയില്ല, അവരൊക്കെ ശിർക്കാകുന്നു, അവരൊക്കെ ശിർക്ക് ചെയ്തവരാകുന്നു എന്ന് ഇവർ ഈ പറയുന്ന മാതിരി ആരോപിച്ചാൽ നമ്മളൊരാളെ രക്ഷാകർത്താവാക്കി വെച്ചാൽ പറ്റൂല എന്നാവൂലേ? വിശുദ്ധ ഖുർആൻ എത്ര ആയത്തിൽ പറയുന്നുണ്ട് വിശ്വാസികളായ ആളുകൾ ബഅദുഹും ഔലിയാഉ ബഅദ് അവരിൽ നിന്ന് ചിലരുടെ രക്ഷാകർത്താക്കളാണ്. നിങ്ങൾ അവിശ്വാസികളെയും വേദക്കാരെയും രക്ഷാകർത്താക്കളാക്കരുത്, ഇഷ്ടക്കാരാക്കരുത്, വിശ്വാസികളെ ഇഷ്ടക്കാരാക്കുക. ഖുർആനിലെ ഇന്നമാ വലിയുകുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനുല്ലദീന യുഖീമൂനസ്സലാ ഈ ആയത്തിൽ പറയുന്നതോ ഫല്ലാഹു ഹുവൽ വലിയ്യു അള്ളാഹു മാത്രമാണ് യഥാർത്ഥത്തിൽ രക്ഷാധികാരി. എന്നിട്ട് ഈ വിഗ്രഹങ്ങളെ രക്ഷാധികാരിയാക്കിയയാൾ വഹുവ യുഹ്യിൽ മൗതാ അള്ളാഹു മാത്രമാകുന്നു ജീവൻ നൽകുന്നവൻ. അങ്ങനെ ഇരിക്കെ അള്ളാഹു അല്ലാത്തവരെ രക്ഷാകർത്താക്കളാക്കുന്ന മുശ്രിക്കുകൾ വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അള്ളാഹു മാത്രമാണ് എല്ലാറ്റിനും കഴിവുറ്റവൻ, എന്നിട്ടും രക്ഷാകർത്താക്കളാക്കിയിട്ട് അള്ളാഹു അല്ലാത്തവരെ പിടിക്കുന്ന ഈ മുശ്രിക്കുകൾ അവരെ അള്ളാഹു വേണ്ടതുപോലെ കൈകാര്യം ചെയ്യും, അള്ള നോക്കി വെച്ചിട്ടുണ്ട് അവരുടെ കർമ്മങ്ങളൊക്കെ എന്ന് താക്കീത് ചെയ്യുന്ന ഈ ആയത്ത് വെച്ചിട്ട് അള്ളല്ലാത്തവരെ രക്ഷാധികാരികളാക്കിയാൽ ശിർക്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അള്ളന്നെ പറയുന്നു ഇന്നമാ വലിയുക്കും നിങ്ങളുടെ രക്ഷാകർത്താവ് അള്ളാഹു മാത്രമാണ്. വറസൂലുഹു അല്ലാഹുവിന്റെ റസൂലുമാണ് നിങ്ങളുടെ രക്ഷാകർത്താക്കൾ. വല്ലദീന ആമനുല്ലദീന യുഖീമൂനസ്സലാ നിസ്കാരം നിർവഹിക്കുകയും സകാത്ത് കൊടുക്കുകയും അള്ളാഹു പറഞ്ഞതുപോലെയൊക്കെ ജീവിക്കുകയും ചെയ്യുന്ന നല്ല വിശ്വാസികളും ആകുന്നു നിങ്ങളുടെ രക്ഷാകർത്താക്കൾ. ഇപ്പൊ രക്ഷാകർത്താക്കളാക്കി വിശ്വാസികളെയും അള്ളാഹിനും റസൂലിനും പിടിക്കണം എന്ന് പഠിപ്പിച്ച ഖുർആൻ തന്നെ മക്കത്തെ മുശ്രിക്കുകളുടെ ശിർക്കിനെ വിവരിക്കുമ്പോ അള്ളാഹു അല്ലാത്ത വിഗ്രഹങ്ങളെ രക്ഷാകർത്താക്കളാക്കി എന്ന് പറയുന്നു. ഞാൻ ഇവിടെ പെട്ടെന്ന് സൂചിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തുകളൊക്കെ നല്ലോണം മനസ്സിലാക്കേണ്ടത് നമ്മൾ. വിശുദ്ധ ഖുർആനിലെ ഈ ആയത്തുകളൊക്കെ മക്കയിലെ മുശ്രിക്കുകൾ അവർ കല്ലു ദൈവങ്ങളെയും വിഗ്രഹ ദൈവങ്ങളെയും രക്ഷാകർത്താക്കളാക്കിയാലും ശരി, കല്ലു വിഗ്രഹ ദൈവങ്ങൾക്ക് പൂജാകർമ്മങ്ങൾ എന്തർപ്പിച്ചാലും ശരി, അവർ ഇലാഹുകൾ എന്ന് വിശ്വസിച്ചുകൊണ്ട് അവക്ക് മുൻപിൽ ചെയ്യുന്ന എന്തും അവയെ സംബന്ധിച്ച് ചെയ്യുന്ന എന്തും പൊട്ടത്തരമാണ്, വിഡ്ഢിത്തമാണ് എന്നുണർത്താൻ അവരുടെ ചെയ്തിയെ വെച്ച് സംസാരിക്കുന്നതാണ്. അല്ലാതെ ഇവരുടെ ഈ ആയത്തുകളെ ഈ ചോദ്യം ചെയ്ത ശൈലിയുള്ള ആയത്തുകൾ എടുത്തിട്ട് അതിന്റെ നേരെ വിപരീതം മനസ്സിലാക്കി ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അള്ളാഹു ആകാം, വലിയാകാം, ദൈവമാകാം എന്ന് മനസ്സിലാക്കിയാൽ നമ്മളെ ഇന്നത്തെ ആൾ ദൈവങ്ങളെ പൂജിക്കുന്നവർക്കൊക്കെ നല്ല കുശാലാവും. അവർക്കൊക്കെ വിശുദ്ധ ഖുർആൻ തൗഹീദ് സർട്ടിഫിക്കറ്റ് നൽകിയതാവും. അപ്പൊ അത് നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. മക്കത്തെ മുശ്രിക്കുകളെ അവരുടെ ശിർക്കിന്റെയും അന്ധവിശ്വാസത്തിന്റെയും അവർ ചെയ്യുന്ന പൊട്ടത്തരത്തിന്റെയും കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കുന്ന ഒരുപാട് ആയത്തുകളുണ്ട്. യഥാർത്ഥത്തിൽ അവരുടെ നില എന്താണെന്നറിയോ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുമ്പോ അള്ളാഹിനെ കുറിച്ച് അവർ ചിന്തിച്ചിട്ടല്ല. അള്ളാഹു എന്ന് പറയുന്ന യഥാർത്ഥ സൃഷ്ടാവിനെ കുറിച്ച് അവർ ചിന്തിച്ചിട്ടേയില്ല. ആകാശഭൂമികളെ പറ്റി അവർ ആലോചിച്ചിട്ടേയില്ല. മഴയെപ്പറ്റി അവർ ആലോചിച്ചിട്ടേയില്ല.
അവരൊക്കെ മനസ്സിലാക്കി വെക്കുന്നത് ഓരോന്നിനും ഓരോ ദൈവമാണ്. മഴ ദൈവം, അതേപോലെ ആകാശ ദൈവം, ഭൂമി ദൈവം, കാര്യങ്ങളുടെ ദൈവം, ഇങ്ങനെ ദൈവം. ഇന്നും മുശ്രിക്കുകളുടെ നില തന്നെയല്ലേ? ബഹുദൈവ വിശ്വാസികൾ എന്ന് പറയുന്നവരുടെ നില തന്നെ. ഓരോന്നിനും ഓരോ ദൈവമാണ്. ഓരോ ക്ഷേത്രത്തിൽ ഓരോന്നിനാ പോകുക എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഒന്നാണെന്ന് മനസ്സിലാക്കരുത്. ഔലിയാക്കന്മാരുടെ അടുത്ത് പോകുമ്പോഴും ഓരോന്നിനാ പോകുക എന്ന് പറഞ്ഞിട്ട് കളിയാക്കരുത്. ഒന്ന് ഔലിയ, ഒന്ന് ഇലാഹ. ഇലാഹിന്റെയും ഇലാഹിന് വേണ്ടി പണികപ്പെട്ടതായ ക്ഷേത്രത്തിന്റെയും ആ വിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോകുന്നവർക്ക് ഇലാഹുകൾ ധാരാളം. അത് ഓരോന്നിനും ഓരോ ഇലാഹ്. ഇതാണ് മക്കത്തെ മുശ്രിക്കുകളുടെയും നില. അവരെ ഖുർആൻ ധരിപ്പിക്കായി ഈ കല്ലുകളൊന്നും ദൈവാക്കാൻ പറ്റൂല, ഈ മണ്ണുകളൊന്നും ദൈവാൻ പറ്റൂല എന്ന് വെച്ചിട്ട് മണ്ണും കല്ലും അല്ലാത്ത പോലെ പറ്റുമോ? അതും പറ്റൂല. അള്ളാഹു അല്ലാത്ത ആരെയും പറ്റൂല എന്ന് ഖുർആന് ആകെ മൊത്തം കിട്ടും. പക്ഷെ ഒന്നോ രണ്ടോ ആയത്തെടുത്ത് ഉദ്ധരിച്ചിട്ട് വിഗ്രഹ ദൈവങ്ങളെ പറ്റി പറഞ്ഞ ആയത്തുകളെ മാത്രം ഉദ്ധരിച്ചിട്ട് ആ പറഞ്ഞതെല്ലാം നമ്മൾ ഇന്ന് വിളിക്കുന്നവർക്കും ഫിറ്റാവും, നമ്മൾ വിളിക്കുന്ന മരണപ്പെട്ടവർക്കും നല്ലോണം ചേരും എന്ന് പറഞ്ഞിട്ട് മുസ്ലിമീങ്ങളായ ആളുകളിൽ ശിർക്കാരോപിക്കാൻ വേണ്ടി നടത്തുന്ന വേലത്തരങ്ങളൊക്കെ വിശുദ്ധ ഖുർആനെ മനസ്സിലാക്കാതെ ചെയ്യുന്ന മഹാ അപരാധങ്ങളാണ്. ആ അപരാധങ്ങൾ നമുക്ക് മനസ്സിലാവുമ്പോൾ നമ്മൾ അടിസ്ഥാനപരമായി ഇത്തരം കാര്യങ്ങളിൽ ചതിപ്പെടാതിരിക്കാൻ പോയിന്റ് നമ്മളൊന്ന് മനസ്സിലാക്കലിനെ നടക്കൂ. ഷിർക്ക് എന്ന് ഇവർ പറയുന്നതൊക്കെയും എങ്ങനെ ആലോചിച്ചാലും ഒന്നുകിൽ വാക്ക് അല്ലെങ്കിൽ പ്രവൃത്തി. ഈ വാക്ക് പ്രവൃത്തി എന്നിവയെ ഷിർക്ക് എന്ന് പറയുന്നത് പരമാബദ്ധമാണ്. നന്ന കവിഞ്ഞാൽ വാക്കുകളെയും പ്രവൃത്തികളെയും കൊണ്ട് ഒരാൾ ഇസ്ലാം മതത്തിൽ നിന്ന് മുർത്തദ്ദായി പോകും, കാഫിറാകും എന്ന് കർമ്മശാസ്ത്ര വിധി പ്രകാരം ചില കർമ്മങ്ങളെ നിജപ്പെടുത്തി വിധിച്ചിട്ടുണ്ട്. അത് ദുന്യാവിന്റെ അകത്തുള്ള വിധിയാണ്. ആഖിറത്തിന്റെ അകത്തേക്ക് ബാധകമായി കൊള്ളണമെന്നില്ല. ആഖിറത്തിന്റെ അകത്തേക്ക് എത്തുമ്പോൾ ഈമാനും കുഫറും വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് അള്ളാഹു കണക്കിലെടുക്കുക. നമ്മൾ മുർത്തദ്ദാവുന്ന കാര്യം ചർച്ച ചെയ്യുമ്പോൾ ചില കർമ്മങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ചില വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതൊന്നും ശിർക്ക് എന്നതിന് ബാധകമല്ല. ശിർക്ക് എന്ന നിലക്ക് അതിനെ വ്യവഹരിക്കാനും പാടില്ല. ഈ വസ്തുത മനസ്സിലാക്കിയാൽ മൊത്തമായി കേൾക്കുന്ന ആരോപണങ്ങൾ, മൊത്തമായി കേൾക്കുന്ന ആയത്തുകളിലൊക്കെ ചതിപ്പെടാതെ രക്ഷപ്പെടാം. ഇനി ഓരോന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ ഓരോന്നെടുത്ത് പഠിക്കുമ്പോൾ തന്നെ മനസ്സിലാവുള്ളൂ. ഈ തൗഹീദും ശിർക്കുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ആരോപിക്കപ്പെടുന്ന ഒരുപാട് വിഷയങ്ങൾ. അതിന്റെ ഒക്കെ വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരുപടി വസ്തുതകൾ ഇൻഷാ അല്ലാഹ് വഴിയെ നമുക്ക് ഓരോന്നോരോന്നായി പഠിക്കാം.